നിലമേലിൽ SFI കരിങ്കോടിക്ക് പിന്നാലെ ഗവർണറുടെ പ്രതിഷേധം. വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഗവർണർ പ്രതിഷേധക്കാർക്ക് നേരെ നീങ്ങി. പോലീസിന് നേരെ ക്ഷുഭിതനായ ഗവർണർ SFIക്കാർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. 17 പേർക്കെതിരെ കേസെടുത്തെന്ന് പോലീസ് അറിയിച്ചെങ്കിലും മുഴുവൻ പേരെയും അറസ്റ്റ് ചെയ്യാതെ വാഹനത്തിൽ കയറില്ലെന്ന നിലപാടിലാണ് ഗവർണർ. ഇതിനിടെ അമിത്ഷായുടെ സെക്രട്ടറിയെ വിളിച്ച് പരാതി പറഞ്ഞു ഗവർണർ. I won't go back. This is your property. I want to go. Unless you understand. Did you use lathi charge? No, because they are your boss. They can treat me in any manner they like. I will not go from here. Why they were standing here when you were here? Action need to be taken against you. Yes. You are the culprit. No, I will not go. I will let Delhi know that you are organizing an attack on me. Come now, Delhi, come now. What do you want to say? I won't go back. This is not your property. I want to go. I will not. It has to be settled because they were being given protection, and surely not without. I have seen with my own eyes. What more? I have seen with my own eyes. I don't want to argue with you. I have seen what I have seen with my own eyes. Their police is standing with them. Even last time I asked you a question. If Chief Minister is passing on this road, will you allow 50 people to collect there and hit the car? No, this has to be settled today. I am not going to move from here. I am not going to move from here. You are making the Guptas rule the roads of Kerala.
I am not going to tolerate it. Yes, I don't want to argue, please. Something which I have seen with my own eyes, I don't want to argue with you. Thank you very much. Hello. I have not called him. He has called. So, കൂടുതൽ വിവരങ്ങൾ നൽകാൻ ലിജോ റോളൻസും സേഫ് സൈലാബ്ദീനും ചേരുന്നുണ്ട്. ആദ്യം ലിജോയിലേക്കാണ്. ലിജോ, ഇതുവരെയുള്ള സംഭവവികാസങ്ങൾ എന്താണ്? നിലമേലിൽ ഗവർണർ വന്നത് മുതൽ ഇതുവരെ എന്താണ് നടന്നത്? രേഷ്മ, രാവിലെ ഏകദേശം 10:45 പ്രതിഷേധം ആരംഭിച്ചത്. അതായത് തിരുവനന്തപുരത്ത് നിന്നും സദാനന്തപുരത്തുള്ള ഒരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയായിരുന്നു ഗവർണർ എത്തിയിരുന്നത്. 9:45 കഴിയുമ്പോൾ തിരുവനന്തപുരത്ത് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നു. 10:45 ഇവിടെ, അതായത് നമ്മളിപ്പോൾ ഗവർണർ ഇരിക്കുന്ന ഈ സ്ഥലത്തിനടുത്തുള്ള ഈ നിലമേലിന് അടുത്തെത്തുന്ന സമയത്തായിരുന്നു SFI പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊരു പ്രതിഷേധമുണ്ടായത്. ബാനറുകളും പ്ലക്കാർഡുകളും ഉയർത്തിക്കൊണ്ട് ഏകദേശം 60-ലധികം വരുന്ന പ്രവർത്തകർ ഈ റോഡിന്റെ സമീപത്ത് തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. ചെറിയ രീതിയിലുള്ള പോലീസ് വിന്യാസം ഉണ്ടായിരുന്നു. പക്ഷേ ഗവർണർ ആരോപിക്കുന്ന ഒരു പ്രധാന കാര്യം, താൻ ഇതുവഴി കടന്നു പോകുമ്പോൾ തനിക്ക് കൃത്യമായി സുരക്ഷ ഒരുക്കിക്കൊണ്ട് പ്രതിഷേധക്കാരെ അവിടെ നിന്ന് മാറ്റേണ്ട പോലീസ് അതിന് തയ്യാറാകാതെ പ്രതിഷേധിക്കാൻ അവസരം ഒരുക്കിക്കൊടുത്തു എന്നുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് വാഹനം നിർത്തി ആദ്യം ഈ SFI പ്രവർത്തകർക്ക് നേരെ തിരികെ, തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്ക് നേരെ തിരിയുകയായിരുന്നു. അതായത് SP ഉൾപ്പെടെയുള്ളവർ, കൊട്ടാരക്കര DYSP ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തുണ്ടായിരുന്നു. അവർക്ക് നേരെ വലിയ രീതിയിലാണ് ഗവർണർ അവർക്ക് നേരെ സംസാരിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നത്. അതായത് വലിയ രീതിയിൽ അവരോട് കൂടെ തന്റെ പ്രതിഷേധം അറിയിച്ചു, ശകാരിക്കുകയും ചെയ്തു. അതിനുശേഷം കൂടുതൽ പോലീസ് സന്നാഹം ഉൾപ്പെടെ എത്തി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടു. തുടർന്ന് ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ, അതായത് തിരുവനന്തപുരത്തൊക്കെ നടന്നെങ്കിൽ പോലും ഇത്തരത്തിൽ നാടകീയമായ ഒരു കാര്യം ഏകദേശം ഇപ്പോൾ 12:15 അടുക്കുന്നു. അതായത് 1.5 മണിക്കൂർ ആവുകയാണ്. ഒരു സംസ്ഥാനത്തിന്റെ ഗവർണർ തന്റെ വാഹനത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായതിനെതിരെ ഉള്ള പ്രതിഷേധവുമായി പൊതുനിരത്തിൽ ഇറങ്ങിയിരിക്കാൻ തുടങ്ങിയിട്ട് 1.5 മണിക്കൂറോളം ആകുന്നു. പക്ഷേ ഇതുവരെയും എന്തുകൊണ്ട് അവസാനിപ്പിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം ഇതാണ്. അതായത് തനിക്ക് നേരെ പ്രതിഷേധിച്ചവർക്കെതിരെ കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. 12 പേർക്കെതിരെ കേസ് രജിസ്റ്റർ, അതായത് കണ്ടാൽ അറിയാവുന്ന 12 പേർക്കെതിരെ കേസെടുത്തു. മറ്റ് 5 പേർ, അങ്ങനെ ആകെ 17 പേർക്കെതിരെ കേസെടുത്തു എന്നുള്ള വിവരമാണ് SP അറിയിച്ചത്. പക്ഷേ അത് പറ്റില്ല. എല്ലാവർക്കുമെതിരെ, തനിക്കെതിരെ പ്രതിഷേധിച്ച ഓരോ വ്യക്തിക്കെതിരെയും കേസെടുക്കണം. അത് ഇതിന് സമീപ സ്ഥലങ്ങളിലുള്ളവർ തന്നെയാണ്, പോലീസിനെ കൃത്യമായി അറിയുന്നവർ തന്നെയാണ്. എന്തുകൊണ്ട് അവരെ തടഞ്ഞില്ല? അവർക്കെതിരെ കൃത്യമായി കേസെടുക്കണമെന്ന് അറിയിച്ചു. അദ്ദേഹത്തിന്റെ പ്രതിഷേധം ഇവിടെ മാത്രം അവസാനിപ്പിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അദ്ദേഹത്തിന്റെ സ്റ്റാഫിനോടൊക്കെ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, പ്രധാനമായിട്ടും അദ്ദേഹം ഈ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള അമിത്ഷായുടെ സെക്രട്ടറിയെ വിളിച്ച് തന്റെ പരാതി അറിയിച്ചു. അതായത് കേരളത്തിൽ തനിക്ക് നേരെ ഇങ്ങനെ സ്ഥിരമായി പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു. അമിത്ഷായുമായി സംസാരിക്കാനായിരുന്നു ശ്രമിച്ചതെങ്കിലും അത് കഴിയാതെ വന്നതോടുകൂടെ സെക്രട്ടറി അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് സംസ്ഥാനത്തിന്റെ ഗവർണർ ഇത്തരത്തിൽ സംസ്ഥാനത്ത് ഏതെങ്കിലും തരത്തിലുള്ള ക്രമസമാധാന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ റിപ്പോർട്ട് ചെയ്യേണ്ട ഗവർണർ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രിയെ തന്നെ നേരിട്ട് വിളിച്ച് അറിയിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ നേരിട്ട് വിളിച്ച് തനിക്ക് നേരെ ഉണ്ടായ സംഭവ വികാസങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുന്നു. തീർച്ചയായിട്ടും കേന്ദ്രം ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. കാരണം 1.5 മണിക്കൂർ കഴിഞ്ഞു കേരളത്തിന്റെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ ഈ സർവകലാശാലകളുടെ കാവ്യവൽക്കരണം എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടായിരുന്നു SFI പ്രതിഷേധം ആരംഭിച്ചത്. ആഴ്ചകൾ പിന്നിട്ടിട്ടും അത് അവസാനിക്കാതെ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഇത്തരത്തിലൊരു പ്രതിഷേധം ഗവർണർക്ക് നേരെയും ഗവർണറുടെ ഭാഗത്തു നിന്നൊരു നീക്കം ആദ്യമായാണ് സംസ്ഥാന ചരിത്രത്തിൽ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ പോലും ഇത്തരത്തിൽ ഒരു ഗവർണർക്ക് പൊതുനിരത്തിൽ ഇറങ്ങിക്കൊണ്ടിരുന്ന് പ്രതിഷേധിക്കേണ്ട ഇതുപോലൊരു അവസ്ഥ ഉണ്ടായോ എന്നുള്ള കാര്യം സംശയമാണ്. വളരെ പോലീസുകാരോടൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചു മുന്നേ നടന്ന മറ്റൊരു സംഭവം എന്ന് പറയുന്നത് DGPയോട് ഗവർണർ സംസാരിച്ചിരിക്കുകയാണ്. DGP ഗവർണറോട് സമരം അവസാനിപ്പിക്കണമെന്ന ഒരു ആവശ്യം ഉന്നയിച്ചിരുന്നു. പക്ഷേ തനിക്ക് നേരെ, അതായത് താൻ പറഞ്ഞ കാര്യങ്ങൾ ഇതാണ്, തനിക്ക് നേരെ ഉണ്ടായ അതിക്രമങ്ങൾക്ക് കൃത്യമായ നടപടിയെടുക്കാതെ അവസാനിപ്പിക്കില്ല. മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരോട് പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. പോലീസ് SP ഉൾപ്പെടെയുള്ളവർ സംസാരിച്ചപ്പോൾ അദ്ദേഹം പ്രതിഷേധമായി പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. എന്തുകൊണ്ട് താൻ ഇതുവഴി പോകുമെന്ന് അറിഞ്ഞിട്ടും തനിക്ക് നേരെ പ്രതിഷേധമുണ്ടാകുമെന്നും അറിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബസ് സംവിധാനം, അതായത് പോലീസിന്റെ ബസ് എന്തുകൊണ്ട് എത്തിച്ചില്ല എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട്. മാത്രവുമല്ല പോലീസ് ജീപ്പിൽ ഈ SFI പ്രവർത്തകരെ രാജകീയമായാണ് പിടിച്ചുകൊണ്ടുപോയത് എന്നുള്ള ഒരു കാര്യം അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റു പ്രതിഷേധങ്ങളെ നേരിടുന്നത് പോലെ അല്ല ഗവർണർ ഈ പ്രതിഷേധത്തെ നേരിടുന്നത് എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്, തനിക്ക് നേരെ
ആക്രമണങ്ങൾ അല്ലെങ്കിൽ തന്റെ വാഹനത്തിന് നേരെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമാണ് പോലീസ് നടപടി സ്വീകരിക്കുന്നത്. അതിനെ തടയുന്നതിനുള്ള ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഇതും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. ഗവർണറോട് സമരം അവസാനിപ്പിക്കുന്ന ഒരു റിക്വസ്റ്റ് DGP വച്ചിരുന്നു. പക്ഷേ അത് അംഗീകരിക്കാതെ അദ്ദേഹം ഇപ്പോഴും പ്രതിഷേധം ലിജോ റോളൻസ് ആണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഗവർണർ ഇപ്പോഴും പുറത്ത് പ്രതിഷേധിക്കുകയാണ്, കസേരയിൽ ഇരുന്ന് പ്രതിഷേധിക്കുകയാണ്. എല്ലാ SFI പ്രവർത്തകരെയും, തനിക്കെതിരെ പ്രതിഷേധിച്ച എല്ലാ SFI പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഗവർണറുടെ ആവശ്യം. Let the report come. I'm waiting for the report. Let the report come. FIR. Then I will speak. ലഭിച്ച ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാമെന്നുള്ള ഒരു മറുപടി ഇപ്പോൾ ഗവർണർ ഭാഗത്തുനിന്ന് വന്നത് FIR-ന് വേണ്ടി അതുപോലെ ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടി പോലീസ് അടിയന്തരമായി FIR എത്തിക്കാനുള്ള ഒരു നിർദ്ദേശം ഇവിടുത്തെ ചടയമംഗലം SHOയ്ക്ക്